ഭയങ്കരമായ ബുദ്ധിമുട്ട് ഞാൻ ഫേസ് ചെയ്യുന്നുണ്ട്. പറ്റുന്നില്ല ഇത് മാനേജ് ചെയ്യാൻ. അല്ലെങ്കിൽ നിങ്ങൾ പെടാപ്പാട് വിടും. പറ്റില്ല ഇതുകൊണ്ട് മാനേജ് ചെയ്യാൻ. ശ്വാസം മുട്ടി ജീവിക്കുന്നവരുടെ അവസ്ഥ. എനിക്ക് മറ്റേ ഡയലോഗ് ആകുന്നത് നിങ്ങൾ വലിയ വില കൊടുത്തിട്ട് നിങ്ങളുടെ ഐഫോണും നിങ്ങളുടെ പ്രീമിയം ഫോൺസൊക്കെ വാങ്ങിച്ചിട്ട് ലാഗ് ബഗ്ഗുമാണ് ഫേസ് ചെയ്യുന്നതെങ്കിൽ ഡു ദിസ്. നിങ്ങൾ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യാൻ പറ്റുന്നത്, ഫോണിൽ കുറച്ച് 5-6 GB സ്പേസ് വെറുതെ ഇട്ടേക്കുക. ഇതാണ് നിങ്ങൾക്ക് ഏറ്റവും ബേസിക് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം. അത്രയും ഉണ്ടെങ്കിൽ ഇപ്പം ആൻഡ്രോയിഡ് ആണെങ്കിലും ഐഫോൺ ആണെങ്കിലും എന്നാലും ഒരു ബേസിക് ആയിട്ട് സ്മൂത്തായിട്ട് റൺ ആവും എന്ന് മനസ്സിലാക്കുക. ഞാനിപ്പോൾ പേഴ്സണലി കൂടുതലും ഐഫോണാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഉണ്ടാകുന്ന ചില ബഗ്ഗുകളും ലാഗുകളും നിങ്ങൾ വിചാരിക്കും ഇത് സോഫ്റ്റ്വെയർ മൂലം ഉണ്ടാകുന്നതാണ്, ഐഫോണിൻ്റെ ഭാഗത്തുണ്ടാവും നിങ്ങൾ വിചാരിക്കും. പക്ഷേ ആക്ച്വലി നമ്മൾ സ്റ്റോറേജ് പ്രോപ്പറായിട്ട് കീപ്പ് ചെയ്യാത്തതിൻ്റെ പ്രശ്നമാണ്. ഇപ്പം ഞാൻ കുറച്ച് ഇഷ്യൂസ് പറയാം. ഇതൊക്കെ നിങ്ങളും തെറ്റിദ്ധരിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് മേക്ക് ഷുവർ ചെയ്യുക. നമ്മൾ ആപ്പിൾ മ്യൂസിക്കിൽ അങ്ങ് ഫീലിങ്സിൽ പാട്ട് കേട്ടുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും ഒരു പീക്കിലെത്തുമ്പം തന്നെ പോസ് ആകുക, അല്ലെങ്കിൽ അടുത്ത പാട്ടിലോട്ട് നെക്സ്റ്റ് അടിച്ച് പോവുക. ആ പീക്ക് ലെവലിൽ ഇരിക്കുമ്പോൾ എനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റാത്തൊരു സാധനമാണത്. സ്റ്റോറേജ് ഒന്ന് പ്രോപ്പറായിട്ട് കീപ്പ് ചെയ്താൽ ആ ഒരു പ്രശ്നം വരില്ല. അതേപോലെ തന്നെ ഫോട്ടോസ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കും, ഗാലറിയിൽ ഫോട്ടോസ് നോക്കിക്കൊണ്ടിരിക്കുമ്പം തന്നെ ബഗ് അടിച്ച് ബാക്ക് ഇറങ്ങി പോവുക. ഇതും സ്റ്റോറേജ് പ്രോപ്പറായിട്ട് കീപ്പ് ചെയ്യാത്തതിൻ്റെ പ്രശ്നമാണ്. ടെലഗ്രാം ഏറ്റവും കൂടുതൽ കേൾക്കുന്നത് ടെലഗ്രാമിൽ എന്തെങ്കിലും ഫയൽ സേവ് ചെയ്യുമ്പോൾ ഗാലറി വരുന്നില്ല എന്നുള്ളൊരു പ്രശ്നമാണ് ഏറ്റവും കൂടുതൽ കേൾക്കുക. ഇതിന് ആദ്യം നിങ്ങൾ കുറച്ച് സ്പേസ് അതിനകത്ത് ഉണ്ടാക്കിയിടുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. സ്പേസ് ഉണ്ടാക്കി അത് പ്രോപ്പറായിട്ട് ടെലഗ്രാമിൽ സേവ് ആക്കുമ്പം ഗാലറി വന്നോളൂ. ആൻഡ് നമ്മൾ ഈ പാട്ടൊക്കെ എവിടെയെങ്കിലും കേൾക്കുമ്പോൾ റെക്കഗ്നൈസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഷസാം എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, ആ സാധനം നമുക്ക് ഹിസ്റ്ററി, പിന്നെ കോൾ ഹിസ്റ്ററി, ഇതിൻ്റെ ഹിസ്റ്ററിയും സ്പേസ് ഉണ്ടെങ്കിൽ മാത്രമേ സ്റ്റോർ ആവുള്ളൂ. അല്ലെങ്കിൽ എന്നെപ്പോലെ ഇതൊക്കെ അത്യാവശ്യ സമയത്ത് മിസ്സായി പോകും. നമുക്ക് കോൾ ഹിസ്റ്ററി മിസ്സാവാറുണ്ട്. ഷസാമിൽ നമ്മൾ പാട്ട് റെക്കഗ്നൈസ് അങ്ങോട്ടും ഇങ്ങോട്ടും, പിന്നെ ഹിസ്റ്ററിയിൽ നിന്ന് എടുക്കാമെന്ന് പറഞ്ഞിട്ട് പിന്നെ ചെല്ലുമ്പോൾ ആ സാധനം അവിടെ കാണില്ല. അപ്പം അങ്ങനെയുള്ള കുറച്ച് പ്രശ്നങ്ങളുണ്ട്. സോ നിങ്ങൾ കുറച്ച് സ്പേസ് ഉണ്ടാക്കിയിടുക. ബുദ്ധിമുട്ടായിരിക്കും. ഈ 128 ഞാൻ ഉപയോഗിക്കുന്നത്. എൻ്റെ ഇപ്പം ഇത് എടുത്തു നോക്കിയാലും 1 GB പോലും ചിലപ്പം തികച്ചിടും കാണില്ല. അതിൻ്റേതായ ഭയങ്കരമായ ബുദ്ധിമുട്ട് ഞാൻ ഫേസ് ചെയ്യുന്നുണ്ട്. ആ ഒരു സ്റ്റോറേജ് 228 എനിക്ക് പറ്റുന്നില്ല ഇത് മാനേജ് ചെയ്യാൻ. സോ ഞാൻ അധികം ഇപ്പോൾ ഫോൺ ഉപയോഗിക്കുക, ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും ഞാൻ സിസ്റ്റത്തിലാണ് ഉപയോഗിക്കുക. വാട്സപ്പ് ആണെങ്കിലും ഇൻസ്റ്റഗ്രാം മാത്രമാണ് ഇത് ഉപയോഗിക്കുക. സിനിമ കാണാനാണെങ്കിലും എഡിറ്റ് ചെയ്യാനാണെങ്കിലും, പിന്നെ പുറത്ത് പോകുമ്പം ഒന്ന് കോൾ ചെയ്യുക, ഇൻസ്റ്റഗ്രാം നോക്കുക എന്നുള്ളൊരു പർപ്പസ് മാത്രമാണ് ഇപ്പം എൻ്റെ ഈ ഫോൺ കൊണ്ടുള്ളത്. ക്യാമറ അത്യാവശ്യത്തിന് പുറത്ത് പോയി എന്തെങ്കിലും ക്യാമറ എടുക്കുമ്പോഴായിരിക്കും പോപ്പപ്പ് വരുന്നത്. മാനേജ് സ്റ്റോറേജ് നോട്ട് ഡൗൺ എന്ന് പറഞ്ഞൊരു സാധനം വരും, ഒരു നോട്ടിഫിക്കേഷൻ വരും, ഇപ്പോൾ എടുക്കാൻ പറ്റത്തില്ല, സ്റ്റോറേജ് ഇല്ലെന്ന്. അതിൻ്റെ രസം എന്താണ്, 1 GB 1.5 GB സ്പേസ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഒരു ഫോട്ടോ എങ്കിലും എടുക്കാൻ പറ്റുക. ഞാൻ എല്ലാവരോടും 128 GB എടുക്കാൻ പോകുമ്പോൾ ഞാൻ എല്ലാവരോടും പറയുന്ന കാര്യമാണ്, നിങ്ങളത് ഭയങ്കര നിങ്ങളുടെ പഴയ ഫോണും നിങ്ങൾക്ക് 128 ഒരു 50% നിങ്ങൾ യൂസ് ചെയ്ത് ഇറക്കും, അങ്ങനത്തെ ഒരു പേഴ്സൺസ് ആരെങ്കിൽ മാത്രമാണ് നിങ്ങൾ 128 ചൂസ് ചെയ്യുക. അല്ലെങ്കിൽ അതർവൈസ് 256 തന്നെ മാക്സിമം എടുക്കാൻ നമുക്ക് ശ്രമിക്കുക. അല്ലെങ്കിൽ നിങ്ങൾ പെടാപ്പാട് വിടും. പറ്റില്ല ഇതുകൊണ്ട് മാനേജ് ചെയ്യാൻ. 128 GB ഉപയോഗിച്ച് ശ്വാസം മുട്ടി ജീവിക്കുന്നവരുടെ അവസ്ഥ പറഞ്ഞാൽ മനസ്സിലാവില്ല. എനിക്ക് മറ്റേ ഡയലോഗ് ആകുന്നു, മോന്ത പിടിച്ചങ്ങ് ഉരയ്ക്കാൻ, ആ ഡയലോഗില്ല. അതാണ് എന്തിനാണ് ഞാൻ ഈ സാധനം ഉപയോഗിക്കുന്നത് എനിക്കും അറിയില്ല. വീഡിയോ എന്തെങ്കിലുമൊക്കെ മനസ്സിലായെങ്കിലോ, എന്തെങ്കിലും ഉപകാരപ്പെട്ടെങ്കിലോ, എന്തെങ്കിലും റിലേറ്റ് ചെയ്യാൻ പറ്റിയെങ്കിലോ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. അടുത്ത കാണുന്നവരെ ക്ലിബ്രോ സൈനിങ് ഔട്ട്. വീഡിയോ എപ്പോഴാണ് ഷൂട്ട് ചെയ്യുന്നത് ഞാനിങ്ങനെ, എനിക്ക് വീഡിയോ ഒക്കെ സീരീസ് 2:15 ഷൂട്ട് ചെയ്യുന്ന വീഡിയോ. സോ ലൈക്ക്, ഇത്ര എഫേർട്ട് ഇടുന്നില്ലേ, പ്ലീസ് ലൈക്ക്.